ഉണ്ണിയമ്മേ കുമ്പടി വന്നു പറയുമ്പോഴേക്കും കോടതി വിധിയെന്ന അർത്ഥം ധ്വനിപ്പിക്കേണ്ട ആവശ്യമില്ല. മലയാളം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണോ അല്ലയോ പറയുന്നത്. ശ്രീ അനിൽകുമാർ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. CPM ആണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ലെന്നും സുതാര്യമാണ് എന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ്. CPM സംസ്ഥാന സെക്രട്ടറി ഈ ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും CPM-ന് അറിയാമോ? ഉത്തരം പറ. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ, നികുതി വെട്ടിപ്പുകാരനെ, ഒരു മാറ്റവും ഇല്ലല്ലോ, അഭിഭാഷക ജോലിയിൽ അദ്ദേഹം പുലർത്തേണ്ട മാന്യത പാലിക്കാത്ത ഒരാളെ, ഒരു MLA എന്ന നിലയ്ക്ക് മത്സരിക്കുമ്പോൾ ജനങ്ങളോട് സത്യസന്ധത പുലർത്താത്ത ഒരാളെ, അയാൾ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങി വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുക. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഏതാണ്ട് ആകാശത്തോളം ഉയരുന്ന ആവേശം പലരും പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ, ശ്രീ അനിൽകുമാർ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇത് മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന ആരോപണമല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മലയാള മനോരമ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ രേഖകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതിന്റെ ആധികാരികത ആദ്യം തന്നെ മലയാള മനോരമ പുറത്തു കൊണ്ടുവന്നതാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മാത്യു കുഴൽനാടനെ ഒന്നും ഉദ്ധരിച്ചിട്ടല്ല ചോദിച്ചത്. CPM-ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ഈ ഇടപാടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാമോ? അതിൻ്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഷാനി പറഞ്ഞതെല്ലാം മാത്യു കുഴൽനാടൻ്റെ വാഴ്ത്തുപാട്ടുകളാണ്. കുഴൽനാടൻ ഇത് പറയുമ്പോൾ കുഴൽനാടൻ ആരാണ് എന്ന് ഷാനിക്ക് അറിയാത്തതല്ല. അതിനൊന്നും ഇല്ലേ? കുഴൽനാടൻ ആരാണ് എന്ന് ഈ നാട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴൽനാടൻ ആരാണ് എന്നത് എന്റെ പ്രശ്നവുമല്ല. ശ്രീ അനിൽകുമാർ, ചോദ്യം താങ്കളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിന് പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണെന്ന് ആദ്യം പറഞ്ഞുകൂടെ? താങ്കളെ കേൾക്കാനിരിക്കുന്ന പാർട്ടി അണികൾക്ക് വേണ്ടിയെങ്കിലും ആ മര്യാദ ആവശ്യമല്ലേ? നിങ്ങളുടെ പാർട്ടിക്ക് ഈ ഇടപാടിന്റെ എല്ലാ വിവരങ്ങളും അറിയാമോ? അതിനാണ് ഞാൻ അങ്ങോട്ട് ആദ്യം പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറയാനാണ് പോകുന്നത്. നിങ്ങളിവിടെ ഈ ഇൻട്രോ തൊട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഞാൻ. എന്നിട്ട് ആ മറുപടിയിലെല്ലാം വരും. ആ മറുപടി എല്ലാം പറയുമ്പോൾ ഇതിനും അങ്ങ് പറഞ്ഞതിന് ഉത്തരം വിശദമായ ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ ആദ്യമേ താങ്കളോട് പറഞ്ഞതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, അതറിയില്ല, CPM-ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കിത് അറിയില്ല, ഞങ്ങളോട് ഈ ഇടപാടും പുറത്തു വന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് CPM-നോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ട ഒരു വസ്തുത അതാണ്. നിങ്ങൾക്ക് വീണ വിജയനും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാമോ? ഇനി ഷാനി ചോദിക്കാതിരിക്കുകയാണ്, ബാക്കി ഞാൻ പറയാൻ പോവാണ്. ഒന്ന്, ഇതുപോലൊരു ദിവസം ഇതേ മനോരമ ചാനൽ അയ്യപ്പദാസ് എന്നോട് ചോദിച്ചു. ഷാനി ചോദിച്ച പോലെ മൂലയ്ക്ക് ചാരിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 ഉത്തരം പറഞ്ഞാൽ മതി. പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ? 3 ഉത്തരം പറയണം. ഒന്നുകിൽ ബന്ധമുണ്ട്, ഇല്ലെങ്കിൽ ബന്ധമില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലേ? എനിക്ക് തെറ്റിയതാണ്. മുകളുടെ മകന്റെ അമ്മായി അച്ഛൻ. എനിക്ക് തെറ്റി, സോറി. അങ്ങ് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു. എനിക്ക് പറഞ്ഞ വാചകം തെറ്റിപ്പോയി. ബന്ധമില്ല, ഇല്ല, അറിയില്ല, ഇതാണ് നിങ്ങൾ പറയേണ്ട ഉത്തരം. എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ ധാരണ. അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയ്യപ്പദാസിൽ നിന്ന് ഫോൺ വിളിച്ച് അറിയാം. ആ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവ് എന്താണ്? ആരെങ്കിലും ഓരോ ദിവസം എവിടുന്നെങ്കിലും നിങ്ങളുടെ അറിവ് എന്താണ്? താങ്കൾ ചർച്ച വഴി മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ 10 ദിവസമായി സഹതാപം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല.
അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് വിഷയം മാറ്റണം, മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം, ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ. അത് നമുക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ശ്രീ അനിൽകുമാർ പങ്കെടുക്കുന്ന ആദ്യത്തെ ചർച്ചയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശ്രീ അനിൽകുമാറിനും അതറിയാം. വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് പറ്റില്ല. ശ്രീ അനിൽകുമാർ, ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് താങ്കൾക്ക് മാറ്റിക്കൊണ്ടുപോവുകയുമാകാം. ഞാൻ ഒറ്റ തവണ കൂടിയ ചോദ്യം ആവർത്തിക്കൂ. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ താങ്കളുടെ പാർട്ടിക്ക് അറിയാമോ? സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എൻ്റെ പാർട്ടിയുടെ ഉത്തരമാണ് പറയുന്നത്. എൻ്റെ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ ഞങ്ങളുടെ ബോധ്യമാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യമാണ്. അതിൻ്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. 10 ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അങ്ങനത്തെ അധികാരം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിട്ടുമില്ല. അങ്ങനത്തെ അധികാരം മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആർക്കും അത് വിധിക്കാനാകും. വിധി എന്ന് പറയുമ്പോഴേക്കും കോടതി വിധി എന്ന അർത്ഥം ധ്വനിപ്പിക്കേണ്ട ആവശ്യമില്ല. മലയാളം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണോ അല്ലയോ പറയുന്നത്. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. ഈ പരിപാടി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഒരു വിഷയം നിശ്ചയിച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. താങ്കളുടെ പാർട്ടിയെ ക്ഷണിച്ച് ചർച്ചയ്ക്ക് വരിക, ആ ചർച്ചയിൽ ആ ചോദ്യത്തിനൊഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ശ്രീ അനിൽകുമാർ, അയ്യോ എനിക്കിപ്പോ ബോധം പോകും. താങ്കൾ താങ്കളുടെ പാർട്ടിയോട് നീതി പുലർത്തണം. താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം. താങ്കൾ ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കുന്നത് 10 ദിവസമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തുന്ന മനോരമ വഴിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുകൂടി വേണ്ടിയാണ് മനോരമയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നാണ് നിങ്ങൾ വിശദീകരിക്കാറുള്ളത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ പറയട്ടെ. ഇത് ഇനി ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് പറയണത്. നിങ്ങൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ വയ്യ. പിന്നെ ഞാനെന്ത് വേണം? നിങ്ങൾ പറയണ yes or no ഉത്തരം പറയണോ? ഞാൻ എൻ്റെ പാർട്ടിയുടെ മറുപടി പറയാൻ പോവാണ്. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി ആ മറുപടി പറയുമ്പോൾ ഇപ്പതാ 6-7 മിനിറ്റായി. ഈ 7 മിനിറ്റിനകത്ത് എത്രയോ അസംബന്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു. 10 ദിവസമായിട്ട് ഞങ്ങൾ തേയുകയാണ്, 10 ദിവസമായിട്ട് ഞങ്ങൾ തോക്കുകയാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. മറുപടിയില്ല. എല്ലാത്തിനും മറുപടിയുണ്ട്. മറുപടി പറയാനാണ് ഇരിക്കണത്. ആ കേൾക്കണം ആദ്യം. എന്താ മറുപടി? ഒന്നാമത്തെ മറുപടി ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾ ഓരോ ദിവസം കെട്ടിപ്പൊക്കുന്നതിൻ്റെ മേലെ അല്ല കേരളം ചിന്തിക്കുന്നത്. ഞാനിവിടെ ചോദിച്ചല്ലോ, ഇപ്പോഴല്ല ഈ കരിമണൽ കമ്പനി വന്നത്. 1 മാസം മുമ്പ് അയ്യപ്പദാസ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ മറുപടി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. എൻ്റെ പാർട്ടിയുടെ മറുപടി എന്താ? നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥകൾ നിലനിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ 82 ലക്ഷം രൂപ കള്ളക്കഥ നിൽക്കുന്നുണ്ടോ? കള്ളക്കഥയുടെ എണ്ണം പറയണോ? എടാ മണ്ട. എന്തോ ഇതൊക്കെ ആരാ കള്ളങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്? ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരു കാര്യമില്ല. ഇനി ഈ കരിമണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയ്ക്ക് CPM പറയാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? CPI ഉത്തരം പറയണമെങ്കിൽ ആദ്യം ഷാനി ഇങ്ങോട്ടൊരു ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ CPM ഉത്തരം പറയാം. ഷാനിയോട് എൻ്റെ ചോദ്യം, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നിങ്ങൾ പറയണ കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും സഹായം പ്രത്യേകമായി ചെയ്തോ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം 10 ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല. ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കുകയാണ്. ഷാനി, ഭയങ്കരം തന്നെ. ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി CPIM, പിണറായി വിജയൻ, കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു. ഷാനിയെ വെല്ലുവിളിക്കുന്നു. അഭിമാനവും അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ മലയാള മനോരമയുടെ പ്രേക്ഷകർ അറിയാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയൂ. ചർച്ചയിൽ ചോദിക്കുന്നു, ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ചോദ്യം ചോദിച്ചല്ലോ, അതിന് മറുപടി പറയാൻ എനിക്ക് അവസരം വേണമല്ലോ. നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തപ്പോൾ നിങ്ങൾ എപ്പോഴും മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ
ഞാൻ അതായത് ചോദിക്കുന്ന ചോദ്യം ഒറ്റ എന്താണ്? കാര്യമേ ഉള്ളൂ. ഞങ്ങൾ ഉത്തരം പറയണമെങ്കിൽ ആദ്യം കിട്ടേണ്ട ഉത്തരം എന്താണ്? ഞാൻ പറയാം. ഒരു ഇടപാട്, ആദ്യം ആ ഒരു ഉത്തരം കിട്ടണ്ടേ? നിയമാനുസരണം നടത്തിയ ശ്രീ ഇടപാട് അനിൽകുമാർ, തെറ്റാണോ? ശ്രീ അനിൽകുമാർ, ചോദ്യം ഇതാണ്. ശ്രീ അനിൽകുമാർ, കമ്പനി ആദ്യം ആ മറുപടി കിട്ടിയാലേ CPM-ന്റെ മറുപടി പറയൂ എന്ന് താങ്കൾ വാശി പിടിച്ചല്ലോ. മറുപടി പറയാൻ എനിക്ക് അവസരം വേണ്ടേ? കേൾക്കണ്ടേ? അതോ അത് വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞാണോ? ആണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അല്ല, ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയാലേ ബാക്കി പറയൂ എന്ന് താങ്കൾ നിലപാടെടുത്തല്ലോ. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ? അതോ താങ്കൾ ഒരു ഭംഗിക്ക് പറഞ്ഞാണോ? ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയാലേ അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു വെറുതെ പറഞ്ഞാണോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഇത്രയും സംസാരിച്ചതിന് എന്റെ പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയട്ടെ. അല്ല, ചോദ്യത്തിന് മറുപടി വേണ്ടേ? ചോദ്യത്തിന് മറുപടി വേണ്ടേ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ് ഷാനി. അല്ല, താങ്കൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. മറുപടി ഒരുമിച്ച് പറഞ്ഞോളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.